യുകെയിൽ വന്നിട്ടുള്ള എൻ്റെ സെക്കൻഡ് ആണ് കേട്ടോ ഇത്. നാട്ടിൽ നിന്ന് വരുമ്പോൾ കുറച്ച് പേര് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ന്യൂ പ്ലേസ്, പുതിയ ആൾക്കാർ, ഫാമിലി ഫ്രണ്ട്സ് ഒക്കെ ആവാൻ കുറച്ച് ടൈം എടുക്കും. ഇത് സന്തോഷമായിട്ടും മേഴ്സും ചേച്ചി. എനിക്ക് ആദ്യമായിട്ട് കാണുന്ന ഒരു ഫീലും തോന്നിയില്ല. മേ ബി നമ്മൾ എപ്പോഴും കോൺടാക്റ്റിൽ ഉള്ളത് കൊണ്ടായിരിക്കും. പിന്നെ ഷിനു ചേട്ടൻ, സിബി ചേച്ചി, ഇങ്ങനെ ലിസ്റ്റ് ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. ഫസ്റ്റ് തന്നെ നമ്മൾ ചെറിയൊരു ഷോപ്പിങ്ങിനായിട്ട് മെട്രോ സെന്ററിലേക്കാണ് പോയത്. സന്തോഷമായിട്ട് മോൻ്റെ ആദ്യ കുർബാനയാണ്. സോ അതിനായിട്ടാണ് നമ്മൾ മെയിൻലി ഷോപ്പിങ്ങിന് ഇറങ്ങിയത്. അതിന്റെ ഇടയിൽ കൂടെ ഞങ്ങൾക്ക് ഒരു ടൈം ഒക്കെ കിട്ടുമല്ലോ. എങ്ങനെ യുകെയിലെ വെതർ എനിക്ക് ഭയങ്കര അൺപ്രഡിക്റ്റബിൾ ആയിട്ട് തോന്നി. കാരണം ഞാൻ ആദ്യമായിട്ട് രാത്രി 9 മണിക്കൊക്കെ ഇത്ര വെളിച്ചം കാണുന്നത്. കുറച്ച് അധികം ഷോപ്പിംഗ് ചെയ്തുകൊണ്ടാണെന്ന് തോന്നുന്നു. നന്നായിട്ട് വിശക്കാൻ തുടങ്ങിയായിരുന്നു. അങ്ങനെ ഇതൊക്കെ കഴിച്ചിട്ട് നമ്മൾ പിന്നെയും ഷോപ്പിങ്ങിനാണ്. സിബിനൊരു ജിം ഫ്രീക്ക് ആയതുകൊണ്ട് തന്നെ ഇതിനൊട്ട് ഞാനും കൂടെ പോകണമെന്നാണ് ആശാന്റെ ഓർഡർ. അങ്ങനെ എനിക്ക് ജിം വെയറും ഷൂസും ഒക്കെ മേടിച്ചിട്ടു. ഇതൊക്കെ നിന്റെ അവസാനത്തെ തീറ്റയാണെന്ന് പറഞ്ഞാണ് സിബിൻ ഇതൊക്കെ മേടിച്ചു തന്നത്. അത് കഴിഞ്ഞ് നമ്മൾ പോയത് സിയാം ബീച്ചിലോട്ടാണ് കേട്ടോ. ഞങ്ങളുടെ ഷിനുചേട്ടന്റെ ഫാമിലിയും കൂടെ ഉണ്ടായിരുന്നു. നമ്മുടെയൊക്കെ ഒരു സെയിം ഏജ് ആൾക്കാരുമായിട്ട് കമ്പനി കൂടിയല്ല ഒരു വൈബ് കിട്ടുള്ളൂ എന്ന് വിചാരിച്ചുകൊണ്ടിരുന്ന ആളാണ് ഞാൻ. എന്നാൽ അതിലും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു വൈബായിരുന്നു എനിക്ക് ഇവരുടെ എല്ലാവരുടെ അടുത്തുനിന്ന് കിട്ടിയത്. അത് കഴിഞ്ഞ് ഷിൻചാന്റെ വീട്ടിൽ പോയിട്ട് നമ്മൾ കോഫി കുടിച്ച് ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മൾ നേരെ പോയത് ഇവളെ കാണാൻ. ഇതൊക്കെ സിബിന്റെ ഫ്രണ്ട്സ് ആണ് കേട്ടോ, സന്ദീപും ഡാഫിയും. അവരുടെ മോളാണ് ഹേസു. ഹേസുവിന്റെ ബർത്ത്ഡേ പാർട്ടി ആയിരുന്നു. അവിടെ വെച്ചിട്ട് നമ്മൾ എല്ലാവരുമായിട്ടും നല്ല കമ്പനിയായി, നല്ലൊരു ഫാമിലി നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇത്രയുള്ള നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ. ബൈ.